ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി തങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി ഇടതിന് ഡീൽ ഉണ്ടെന്ന VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. പരാമർശം ഗൌരവതരമെന്ന് ഹൈക്കോടതി. ഗോപാലകൃഷ്ണന്റെ പരാമർശം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്ന തന്റെ മേൽവിലാസം UDFനെയും LDFനെയും ഭയപ്പെടുത്തുന്നുവെന്ന് കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജ്. പൊതുപ്രവർത്തനത്തിന് 2020 തെരഞ്ഞെടുത്തത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നും വർഗീസ് ജോർജ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പതാക ജാഥ ആവേശമായി. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ച് സാധാരണക്കാരെ ചേർത്ത് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്ന് ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപ്പറമ്പിൽ. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറച്ചു. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഗതാഗതക്കുരുക്കൊഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. വിശദാംശങ്ങളിലേക്ക്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി തങ്ങൾക്കില്ലെന്നും അത് കോൺഗ്രസിന്റെ സ്വഭാവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അന്നത്തെ സ്ഥിതി സതീശൻ അറിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ RSS എങ്ങനെയാണ് തന്നെ കണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രധാന ടാർഗറ്റായിരുന്നു താൻ. നാണം കെട്ട ഒരുപാട് കൂട്ടുകെട്ടുകൾക്ക് പുറകെ പോയവരാണ് കോൺഗ്രസ്. RSSന് സംരക്ഷണം നൽകിയവർ ആരാണെന്ന് പിന്നീട് അവർ തന്നെ വെളിപ്പെടുത്തിയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നത് 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ കാലത്താണല്ലോ ഇവരുടെ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത് വെളിപ്പെടുത്തിയത്. ഞാനായിരുന്നു RSS ശാഖക്ക് സംരക്ഷണം നൽകിയത്. അതിന് ആളുകളെ അയച്ചത് ഞാനായിരുന്നു. അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹം എല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു അന്നത്തെ കണ്ണൂരിന്റെ അവസ്ഥ. അവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടതെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിലും വരാമെന്നുള്ള നില ഉണ്ടായിരുന്നുവെന്നത് അന്ന് കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ ആ ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാലം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തു തുണിയും പറയാം എന്ന നില വന്നു ചേരുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. UDF പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാറില്ല. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിപക്ഷത്തോടുകൂടി ചർച്ച ചെയ്താണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് അവർ നിലപാട് മാറ്റി. ഒരു ദുരന്തമുണ്ടായാൽ പണം പിരിച്ച് പദ്ധതി നടപ്പിലാക്കാതിരിക്കുന്നത് ഗുരുതര കാര്യമാണ്. പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തെന്ന് അവർ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയെ സാധാരണഗതിയിൽ ആരും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് അതിനെയും എതിർത്തു. എതിർപ്പുകൾ മൂലം ഒരു പദ്ധതി തന്നെ മുടങ്ങിയ ജില്ലയാണ് തൃശൂര്. എന്നാൽ ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി നൽകി. ഇതിനായി 19,000 കോടി സംസ്ഥാനം ചിലവിട്ടു. കേന്ദ്രവിഹിതം 2,300 കോടി മാത്രമാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയും നടപ്പിലാക്കിയെന്നും കടലാക്രമണങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്കായി കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. TCV തൃശൂർ.
പ്രതീക്ഷ നഷ്ടപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിയത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ദുരന്തങ്ങളെ നേരിട്ടപ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കുവാനാണ് UDFും കോൺഗ്രസ് നേതൃത്വവും ശ്രമിച്ചതെന്നും പിണറായി കുറ്റപ്പെടുത്തി. LDF നേതാവ് P. മണി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ ഡോക്ടർ R. ബിന്ദു, അഡ്വക്കേറ്റ് VR. സുനിൽകുമാർ, ബിജു S. ചെറിയത്ത്, മുൻ MLA പ്രൊഫസർ KU. അരുണൻ, PK. ഡേവിസ്, KG. ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ മാറ്റം ആധുനിക കാലത്തിനനുസൃതമായി ഒരു നാട് എങ്ങനെ വളർന്നു വരണമോ ആ തരത്തിൽ വളരാൻ കഴിയുന്ന നാടാണ് കേരളം എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ പതിറ്റാണ്ട്. ഈ പുരോഗതി വേണോ? ഈ നേട്ടം നിലനിർത്തി നാടിനിയും വികസിക്കണോ? ഞാനിവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒട്ടേറെ മേഖലകളിലുള്ള വികാസം ഇനിയും നാടിന് ആവശ്യമുണ്ടോ? അതിനാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനുള്ള ഉത്തരമാണ് എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ LDF എന്ന് ജനങ്ങൾ പറഞ്ഞു. മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം നിലനിൽക്കുന്നത് വർഗീയതയ്ക്കെതിരായ ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതി തീരെയില്ലാത്ത കേരളമാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒല്ലൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് റാലി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഭിമാനകരമായ നേട്ടം നേടാൻ നമുക്കായല്ലോ. ഇനിയും പൂർണ്ണതയിലെത്താനുണ്ടാകാം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി ഇന്ത്യ രാജ്യത്ത് കേരളം മാറിയല്ലോ. അതിനിടയാക്കിയത് നമ്മുടെ കേരളത്തിലെ ഭരണത്തിലിരുന്ന LDFന്റെ സംസ്കാരമാണല്ലോ. LDFന് അല്ലെങ്കിൽ ഈ നില കഴിയോ? UDFന് ചിന്തിക്കാൻ കഴിയോ? ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടിയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നതുകൊണ്ടാണ് കേരളം വർഗീയതയുടെ വിളനിലമായി മാറാത്തത്, മതനിരപേക്ഷതയുടെ വിളനിലമായി നിലകൊള്ളുന്നത്. ഒരു വർഗീയ ശക്തിയുമായും വിട്ടുവീഴ്ചയില്ല, ഒരു വർഗീയ ശക്തിയോടും ചേർന്ന് നിൽക്കില്ല. എല്ലാ വർഗീയ ശക്തികളെയും ഒരേപോലെ കാണും. വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കർക്കശമായി ഇടപെടുന്ന രീതി സ്വീകരിക്കും. സംസ്ഥാനത്ത് BJPയെ അടുപ്പിക്കാത്തതിന്റെ വിരോധമാണ് കേരളം തകരട്ടെ എന്ന സമീപനത്തിലേക്ക് കേന്ദ്രത്തെ എത്തിച്ചത്. ഇതിനെ പിന്താങ്ങാനാണ് കോൺഗ്രസും UDFും നിന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേന്ദ്ര ഗവൺമെന്റ് തീർത്തും നിഷേധപരമായ സമീപനമാണ് സ്വീകരിച്ചത്. അർഹതപ്പെട്ട സഹായം നിഷേധിച്ചു. ദുരന്തഘട്ടങ്ങളിൽ സഹായിക്കാൻ തയ്യാറായില്ല. മനോഭാവം കേരളം തകരട്ടെ എന്നായിരുന്നു. കേരളം നശിക്കട്ടെ, രക്ഷപ്പെടാൻ പാടില്ല. നന്മയും ജനക്ഷേമവും മുൻനിർത്തിയുള്ള നടപടികളാണ് LDF സർക്കാർ സ്വീകരിക്കുന്നത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിനെ വിലയിരുത്തിയാണ് ജനം തുടർഭരണം നൽകിയത്. അതുകൊണ്ട് വികസനത്തിന് തുടർച്ചയുണ്ടായി. ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് എല്ലാ പ്രവൃത്തികളും നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു. ഇക്കുറിയും ജനം സർക്കാരിനെ വിലയിരുത്തും. UDF വന്നാൽ തുടർച്ചയുണ്ടാകില്ല. ഇക്കാലയളവിൽ കേരളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ചിന്തിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒല്ലൂർ, തൃശൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് K. രാജൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, KK. രാമചന്ദ്രൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് പാലേരി, CPM ജില്ലാ സെക്രട്ടറി KV. അബ്ദുൽ ഖാദർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM. വർഗീസ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജാജി മാത്യു തോമസ്, അഡ്വക്കേറ്റ് VS. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകളിലേക്ക്. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ബി ഗോപാലകൃഷ്ണന്റെ പരാമർശം ഗൌരവതരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് എന്ത് ചെയ്യാനാകുമെന്നും സമൂഹത്തിലുണ്ടാക്കിയ ആഘാതം എങ്ങനെ മറികടക്കാനാകുമെന്നും കോടതി ആരാഞ്ഞു. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് നിർണായക നിരീക്ഷണം നടത്തിയത്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശം നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളതുപോലെ അപരമത വിദ്വേഷത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കുവാനും ജയിക്കുവാനും പറ്റൂ എന്ന നില അങ്ങേയറ്റം വിഘടനവാദമാണ്. ജനങ്ങളെ ശത്രുക്കളായി ചേരിതിരിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. ഗുരുവായൂരിൽ LDFനെ പരാജയപ്പെടുത്തുവാനുള്ള കുൽസിത നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രസ്താവനകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ ജനങ്ങൾ അത്തരം പ്രസ്താവന കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടില്ല. അവിടുത്തെ ഇതേവരെയുള്ള MLAമാരുടെ ചരിത്രം പരിശോധിച്ചാൽ LDFന്റെ MLAമാരായി പ്രവർത്തിച്ചവരെല്ലാം എല്ലാവർക്കും സ്വീകാര്യരായിരുന്നു. നല്ല തോതിലുള്ള പിന്തുണയാണ് കിട്ടി വന്നിട്ടുള്ളത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് LDF തുടർച്ചയായി ഗുരുവായൂരിൽ ജയിച്ചു വരുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ ഒരു മതബോധമുയർത്തി വഴിതെറ്റിക്കാനാകുമോ എന്നതാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അത് LDFന് വിജയം സുനിശ്ചിതമായ ഒരു മണ്ഡലത്തിൽ LDFനെ പരാജയപ്പെടുത്താനുള്ള കുൽസിത നീക്കത്തിൻ്റെ ഭാഗമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. അത്തരക്കാർക്ക് പോറൽ ഏൽപ്പിക്കാൻ കഴിയുകയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ മണ്ഡലത്തിലെ രാമച്ച കൃഷി ഇല്ലാതാക്കിയത് മത തീവ്രവാദികളാണെന്ന് NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. ഗുരുവായൂരിലെ LDF UDF നേതാക്കൾക്ക് ബ്ലേഡ് മാഫിയ അധോലോകവുമായി ബന്ധമുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിൽ TCVയോട് പ്രതികരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പുന്നിയൂർക്കുളം മേഖലയിലെ രാമച്ച കൃഷി കത്തിച്ച് നശിപ്പിച്ച് കൃഷി പൂർണ്ണമായും ഇല്ലാതാക്കിയത് ഒരു വിഭാഗം മത തീവ്രവാദികളാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൃഷി അതിൻ്റെ കൃത്യമായ സമയമാകുമ്പോൾ ആ കൃഷിയിടങ്ങൾ ചില പ്രത്യേക തൽപരരായിട്ടുള്ള ആളുകൾ അവർ പോയിട്ട് അത് കത്തിക്കുന്നു. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ പോയി കത്തിക്കുന്നു. അങ്ങനെ ഞാൻ ധാരാളം രാമച്ച കൃഷിക്കാരെ കണ്ടപ്പോൾ കണ്ണീരിലാണ് അവർ. ഏതെങ്കിലും ഇവിടുത്തെ MLAമാർ രാമച്ച കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ MLAമാർ ഈ കൃഷി ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കത്തിക്കുന്നവരൊക്കെ വേറെ ചില മത തീവ്രവാദികളുമാണ്. അപ്പോൾ കത്തിച്ച് അവരെ ഇല്ലാണ്ടാക്കുക, അവരെ പട്ടിണിക്കിടുക. ആ രാമച്ച കൃഷി വേണ്ടാന്നേ, അതവരുടെ താല്പര്യം. അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. ഗുരുവായൂരിൽ ബ്ലേഡ് മാഫിയ അധോലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുമായി മുൻ ഇടത് വലത് MLAമാർക്ക് ബന്ധമുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ജയിച്ചു വരുന്ന MLA അടക്കമുള്ള ആളുകൾ ഈ ബ്ലേഡ് മാഫിയായിട്ട് ബന്ധമാണ്. ഗുരുവായൂർ ഒരു അധോലോകം ഗുരുവായൂരിലുണ്ട്. ഈ അധോലോകത്തിന്റെ സന്തതികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ ഇടതും വലതും നേതാക്കന്മാരും MLAമാരും ഒക്കെ. നേരത്തെ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന വിവാദമാവുകയും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ ഹൈക്കോടതി പരാമർശവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗോപാലകൃഷ്ണന്റെ പുതിയ പരാമർശം. TCV ഗുരുവായൂർ. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്ന തന്റെ മേലുല്ലാസം UDFനെയും LDFനെയും ഭയപ്പെടുത്തുന്നുവെന്ന് കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മന്റെ മാനസികമായ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തനത്തിന് 2020 തെരഞ്ഞെടുത്തത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നും വർഗീസ് ജോർജ് TCVയോട് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലം, മറിയ ഉമ്മനുമായുള്ള വിവാഹത്തിലൂടെ കോൺഗ്രസിലേക്കും നീണ്ട ബന്ധുത്വം. എന്നാൽ വർഗീസ് ജോർജ് തിരഞ്ഞെടുത്ത പൊതുപ്രവർത്തന വഴി വേറിട്ടതായിരുന്നു. മാനേജ്മെന്റ് പ്രൊഫഷണലായി ദുബായിൽ പ്രവർത്തിച്ചിരുന്ന വർഗീസ് ജോർജ് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2020 അംഗത്വം സ്വീകരിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് ഏറെ നാളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു. വികസനം വരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനഹിതം നോക്കി പ്രവർത്തിക്കണം. ഞാൻ ജനഹിതത്തിന്റെ കാര്യം വരാൻ നേരത്ത് ഞാൻ 2020കാരനല്ല, ഞാൻ NDAക്കാരനല്ല, ഞാൻ BJP അല്ല. ഞാൻ പച്ചയായ മനുഷ്യൻ, ജനത്തിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും.
ഭാര്യ മറിയ ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പല മണ്ഡലങ്ങളിലും പ്രചരണത്തിനുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിൽ മനസ്സുകൊണ്ട് തനിക്കൊപ്പമാണെന്ന് വർഗീസ് ജോർജിന് ഉറപ്പുണ്ട്. ഈ ലോകത്ത് വേറെ ആരൊക്കെ എന്നെ എതിർത്ത് പറഞ്ഞാലും മറിയ ഉമ്മനെ എതിർത്ത് പറയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ 2020 ചേർന്നത്. വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിലൊരു പുതുമയുള്ള കാര്യമല്ല. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ NDAയിൽ എന്ന പ്രചരണത്തെയും വർഗീസ് ജോർജ് നേരിടുന്നു. ഞാൻ നെഞ്ചിലേറ്റുന്ന ഒരു ആദർശമുണ്ട്. അത് നമ്മുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിച്ചതാണ്. നീ ചെയ്യുന്നത് സത്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം എതിർത്താലും അന്തിമ വിജയം നിനക്കായിരിക്കും. കൊടുങ്ങല്ലൂരിൽ അവസാന നിമിഷം BJPയുടെ പ്രമുഖ നേതാവ് B. ഗോപാലകൃഷ്ണന് പകരം 2020 സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ വർഗീസ് ജോർജ് തന്റേതായ ശൈലിയിൽ പ്രചരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് കളത്തിലെ വീര്യം വോട്ട് കണക്കിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. TCV ന്യൂസ്, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പതാകജാഥ ആവേശമായി. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വിനോദ് കുമാർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാകജാഥയിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ പതാക ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ നിസാർ കോയപ്പറമ്പലിന് കൈമാറി. COA ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, ജില്ലാ ട്രഷറർ ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രയാണം ആരംഭിച്ച പതാകജാഥയ്ക്ക് തൃശൂർ ടൗണിൽ സ്വീകരണം നൽകി. തൃശൂർ ടൗൺ, മണ്ണുത്തി, തൃപ്രയാർ മേഖലകളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ COA മുൻ ജില്ലാ സെക്രട്ടറി P. ആന്റണി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്നും ആഗോള കുത്തക കമ്പനികളുമായി മത്സരിക്കുന്ന കമ്പനിയായി KCCL മാറിക്കഴിഞ്ഞുവെന്നും സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപ്പറമ്പിൽ പറഞ്ഞു. വലിയ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്നത്, കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലം മുമ്പ് നമ്മൾ പറയുമായിരുന്നു, നമ്മൾ എതിരാളികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കമ്പനികളുടെ പേരാണ് പറയുന്നതെങ്കിൽ ഇന്ന് ആഗോള കുത്തക കമ്പനികളുമായി മത്സരിക്കുന്ന, അതിന് ശക്തിയുള്ള, അതിന് പ്രാപ്തരാക്കപ്പെട്ടിട്ടുള്ള കമ്പനിയായി കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വിഭാവനം ചെയ്യുന്ന KCCL കമ്പനി വളർന്നിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണപ്പെട്ട കമ്പനികളിൽ ഒന്നായി വളരുവാനും 1000 കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയായി മാറാനും നമുക്ക് കഴിയും ഈ കാലഘട്ടത്തിൽ. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജോയിന്റ് സെക്രട്ടറി ജോർജ് ലിയോ, PP സുരേഷ് കുമാർ, രജനീഷ്, KV രാജൻ, CG ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ പ്രതിനിധികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പതാകജാഥയിലും സ്വീകരണ സമ്മേളനത്തിലും പങ്കെടുത്തു. വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പതാകജാഥ സമ്മേളന നഗരിയായ തിരൂരിൽ എത്തിച്ചേരും. 28, 29, 30 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COA 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. TCV തൃശൂർ. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറാണ്. അവശ്യവസ്തുക്കളുടെ ലഭ്യത കുറവ് ഉണ്ടാകില്ല. ഊർജ്ജ ലഭ്യത അടക്കം ഉറപ്പുവരുത്തിയതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വെല്ലുവിളികൾ നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനവില കൂടാതിരിക്കാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. പെട്രോളിന് 13 രൂപ എക്സൈസ് തീരുവയുണ്ടായിരുന്നത് 3 രൂപയായി കുറച്ചു. ഡീസലിന് 10 രൂപയുണ്ടായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുവാനാണ് കേന്ദ്രത്തിന്റെ നടപടി. അതിനാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായേക്കില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ എണ്ണവില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെ എണ്ണ കമ്പനികൾ പലതും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വകാര്യ കമ്പനിയായ നയാര വ്യാഴാഴ്ച പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ മറ്റു കമ്പനികളും വില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹത്തിനിടയിലാണ് കേന്ദ്രം ഇന്ധന എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത്. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പോട്ടക്കാരൻ സതീശന്റെ പാടിയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പാടിക്കു ചുറ്റും നിലയുറപ്പിച്ച ആനകൾ പാടിയുടെ മേൽഷീറ്റ് തകർത്തു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സതീശൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 1 മണിക്ക് വന്ന് നോക്കിയപ്പോ ഇവിടെ പാടി പിടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയപ്പോ ഒരു 3-4 ആന ഇപ്പുറത്തുണ്ട്. അപ്പോ ഞാനപ്പോ ലൈറ്റ് ഇട്ടപ്പോ ആന അവിടെ മെങ്ങാണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാല് തുറന്ന് അപ്പുറത്തോടെ പോകാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന ഒരു 3 എണ്ണം. അങ്ങനെ ടോട്ടൽ 5 ആന ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടിച്ചാണ് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നത്.
എന്താ ചെയ്യുക? ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ മറ്റേ ലൈൻ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പരിശോധിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒരു നടപടിയും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇത് നോക്കിയാൽ പാടി പിടിച്ചേക്കുന്നത്. 1 മണിക്കൂറിലേറെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആനക്കൂട്ടത്തെ സമീപത്തുള്ള പാടിയിൽ താമസിക്കുന്നവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തോട്ടത്തിലേക്ക് കയറ്റിവിട്ടത്. 5 ആനകളാണ് പാടിയിൽ എത്തിയത്. പാടിയിലെത്തി മടങ്ങിയ ആനയുടെ കാൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബിൽ അകപ്പെട്ടിരുന്നു. ഏതാനും ദിവസങ്ങളായി 15ലേറെ ആനകൾ കുണ്ടായി പ്രദേശത്ത് ഭീതി പരത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. 2 കൂട്ടങ്ങളായി തിരിയുന്ന ആനകൾ പലതവണ റോഡ് മുറിച്ചു കടക്കുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട യാത്രക്കാർക്ക് ഏറെ നേരം കഴിഞ്ഞാണ് പോകാനായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാട് കയറ്റണമെന്നും വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. ഗതാഗതക്കുരു കഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. പോലീസിനോട് ആ വണ്ടിന്ന് പോകൂലെന്ന് വണ്ടിന്ന് പോകൂല. ഏതാനും മാസം മുമ്പ് കേച്ചേരി ജംഗ്ഷനിലെ ഒരു കാഴ്ചയാണിത്. നിയമം ലംഘിച്ച സ്വകാര്യ ബസിന്റെ ചെയ്തി ചോദ്യം ചെയ്ത KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടർ റോഡിലിട്ട് തല്ലി. സംഭവത്തിൽ പ്രതിയായ സ്വകാര്യ ബസ് കണ്ടക്ടർ പിന്നീട് അറസ്റ്റിലായെങ്കിലും കേച്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ജംഗ്ഷനിലെ വീതി കുറവ് ഒരു കാരണമാണ്. ഇതിനേക്കാൾ കുരുക്ക് രൂക്ഷമാക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഇരുഭാഗത്തു നിന്നും ട്രാഫിക് ലൈൻ മറികടന്നെത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാനാവാത്ത സ്ഥിതിയിലെത്തിക്കുന്നു. ഇതേ തുടർന്നുള്ള വാഗ്വാദങ്ങളും കയ്യാങ്കളിയും ഇവിടെ പതിവാണ്. എന്നാൽ ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ ഒരു നിയമ സംവിധാനവുമില്ല. ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാരും നിസ്സഹായരാണ്. പോലീസിനും സ്വകാര്യ ബസ് സംഘത്തെ ഭയമാണെന്ന് പറയേണ്ടി വരും. പോലീസ് വാഹനങ്ങളും ആംബുലൻസും കുരുക്കിൽപ്പെടാറുണ്ട്. എന്നാൽ ബസ്സുകൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലീസ് ധൈര്യപ്പെടാറില്ല. എന്ന് തീരും കേച്ചേരിയുടെ ഈ ശാപം. തൃശൂർ കുന്നംകുളം റോഡ് ദേശീയ നിലവാരത്തിലാക്കി എന്ന് മേനി പറയുമ്പോഴും ഇതാണ് കേച്ചേരിയിലെ അവസ്ഥ. ഒപ്പം തന്നെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊല വിളിച്ചു വരുന്ന സ്വകാര്യ ബസ്സുകളും. കേച്ചേരിയിൽ നിന്ന് TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തെരഞ്ഞെടുപ്പിന് 13 ദിനം മാത്രം ബാക്കി. പ്രചരണ രംഗം ചൂടുപിടിച്ചു. ഈ ദിനങ്ങൾക്കിടയിലാണ് ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും കടന്നുപോകുന്നത്. ചുരുങ്ങിയ ദിനങ്ങൾക്കുള്ളിൽ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിന് എത്തുന്നുണ്ട്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജയുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി ഞായറാഴ്ച തൃശൂരിലെത്തും. വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി ഭാഗമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മത്സരരംഗത്തുള്ളത് 77 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മണലൂർ മണ്ഡലത്തിലാണ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കുറവ് നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. UDFിലും LDFിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിരാളികൾ ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മന്ത്രി R. ബിന്ദു പ്രതിനിധീകരിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ തോമസ് ഉണ്ണിയാടനെ വീണ്ടും UDF കളത്തിൽ ഇറക്കിയിരിക്കുന്നു. സന്തോഷ് ചെറാക്കുളമാണ് NDA സ്ഥാനാർത്ഥി. UDFിന് ശക്തമായ അടിത്തറയുണ്ടെന്ന് പറയുമ്പോഴും ഇടത്തോട്ട് ചായാൻ ഇരിങ്ങാലക്കുടയ്ക്കൊരു മടിയുമില്ല. 2001 മുതലുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ UDFിലെ തോമസ് ഉണ്ണിയാടന് കൈകൊടുത്ത മണ്ഡലം 2016 അദ്ദേഹത്തെ കൈവിട്ടു. 2711 വോട്ടിന് ഉണ്ണിയാടനെ വീഴ്ത്തി CPMലെ KU അരുണൻ ചെങ്കൊടി ഉയർത്തി. 2021 അരുണൻ മാറി R. ബിന്ദു സ്ഥാനാർത്ഥിയായി. തോമസ് ഉണ്ണിയാടൻ തന്നെ എതിരാളി. 5949 വോട്ടിന് ജയിച്ച് നിയമസഭയിലെത്തിയ R. ബിന്ദു രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി. ഇത്തവണയും R. ബിന്ദുവിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താമെന്നാണ് ഇടത് പ്രതീക്ഷ. വികസന നേട്ടങ്ങളാണ് ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരമെന്ന എതിരാളികളുടെ പ്രചരണത്തെയും തള്ളിക്കളയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ സുസ്ഥിരമായ നിലയിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച എല്ലാ വികസന പദ്ധതികളും ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് പ്രകടന പത്രികയിൽ അക്കമിട്ട് പറഞ്ഞ എല്ലാം പൂർത്തീകരിച്ച് പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗവൺമെന്റാണിത്. കഴിഞ്ഞ 6 തവണയും തോമസ് ഉണ്ണിയാടനായിരുന്നു UDF സ്ഥാനാർത്ഥി. 3 ജയവും 3 തോൽവിയും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രാദേശികമായ ആവശ്യമുയർന്നെങ്കിലും UDF സംസ്ഥാന നേതൃത്വം ഗൗനിച്ചില്ല. UDFിൽ ഒരസ്വാരസ്യവുമില്ലെന്ന് സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുടയെ രാജ്യം ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയത് ജനങ്ങൾ മറക്കില്ലെന്നും തോമസ് ഉണ്ണിയാടൻ പറയുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യയിലെങ്ങും ഇല്ലാതെ ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട നടപ്പിലാക്കുകയുണ്ടായി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം
കേരളത്തിലെങ്ങും ഇല്ലാതിരുന്ന സമയത്ത് അത് നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് കേരളം നാളെ ചിന്തിക്കുന്നത്, അത് ഇന്ന് ഇരിങ്ങാലക്കുട ചിന്തിച്ചു. അന്ന് എന്താണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത്, അത് ഇരിങ്ങാലക്കുട ഇന്ന് ചിന്തിച്ചു. സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം BJP പ്രതീക്ഷകൾക്ക് തിളക്കം നൽകുന്നു. 2011 6672 വോട്ട് മാത്രമുണ്ടായിരുന്ന NDAയെ 2016 30,420 വോട്ടിലേക്ക് ഉയർത്തിയത് അന്ന് മത്സരിച്ച സന്തോഷ് ചെറാക്കുളമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ജേക്കബ് തോമസ് 34,329 വോട്ട് നേടിയിരുന്നു. ഇപ്പോൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം അത് മാത്രമേ NDAക്കുള്ളൂ. പഴയ പോലെ വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഇന്ന് A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സഖ്യം ജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പോറലേൽക്കാത്ത മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാട്ടൂർ, കാറളം പഞ്ചായത്തുകൾ LDF നിലനിർത്തി. എന്നാൽ ആളൂർ പഞ്ചായത്ത് പിടിച്ചെടുത്ത UDF ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ ഇഴപിരിച്ചെടുക്കേണ്ട ചില വിജയസൂത്രവാക്യങ്ങളുണ്ട്. ആ ഗണിതശാസ്ത്ര സമസ്യകളിൽ തലപുകയ്ക്കുകയാണ് മുന്നണി നേതൃത്വം. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യം അനന്തമായി നീണ്ടുപോകുകയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ കുന്നംകുളം നിയോജകമണ്ഡലം വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദസ്സിലെ വനിതകളുമായി നടത്തിയ സംവാദത്തിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രിയെ തരുമോ എന്ന പഴവൂർ സ്വദേശി താഹിറ സിദ്ദിഖിന്റെ ചോദ്യത്തിന് വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യം നടപ്പിലാകുന്ന കാലം വിദൂരമല്ല എന്ന് തോമസ് ഐസക് മറുപടി പറഞ്ഞു. നമുക്ക് വനിതാ മുഖ്യമന്ത്രിമാരും കൂടുതൽ വനിതാ MLAമാരും ഒക്കെ ഉണ്ടാവണം. നിയമസഭകളിലും എല്ലാം സംവരണം വരണം. 3-1 സംവരണത്തിന്റെ നിയമം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാസ്സാക്കിയതാ. അധികം താമസിയാതെ നടപ്പാക്കും എന്നൊക്കെ പറയുന്നതല്ല, നടപ്പാക്കുന്നില്ല. അങ്ങനെ വനിതാ പ്രാതിനിധ്യം നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ വർദ്ധിക്കും. ഉറപ്പായിട്ടും താമസം ഉണ്ടായാലും ഇത് അനന്തമായിട്ടൊന്നും മാറ്റിപ്പോകാൻ പറ്റില്ല. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. എല്ലാം കലക്കിയിട്ടാ ചോദ്യം. 3-1 സ്ത്രീ സംവരണം എന്നത് LDFന്റെ ആവശ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കേരളത്തിലും സ്ത്രീകളുടെ സ്ഥാനം പുറകിലാണ്. സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് ഇടതുപക്ഷ ലക്ഷ്യം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുവാൻ ആവശ്യമായ പദ്ധതികൾ ഇടതുപക്ഷം നടപ്പിലാക്കും. എല്ലാ പഞ്ചായത്തുകളിലും ഷെൽട്ടറുകളും നിയമസഹായ സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പഠനം നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ വനിതാ ഘടക പദ്ധതി ഇല്ലേ, മുനിസിപ്പാലിറ്റിയിൽ വനിതാ ഘടക പദ്ധതി ഇല്ലേ, അവിടെ എന്താ വെക്കണ്ടേ? ഈ പീഡനം എങ്ങനെ ഇല്ലാതാക്കാം, അതിനുള്ള പ്രതിവിധികള് നമ്മുടെ മാനിഫെസ്റ്റോ വരുന്നത് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കും, വീട്ടിന് പുറത്തുള്ള തൊഴിൽ. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയില് ആർത്തവാവധി ഉണ്ടാവും. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വനിതാ പാർലമെന്റിൽ പങ്കെടുത്തു.
വികസന മുന്നേറ്റത്തിനും വികസന തുടർച്ചയ്ക്കും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ നവമണലൂർ പദ്ധതിയിലൂടെ കഴിയുമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇടതുമുന്നണി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര മണ്ഡലത്തിൽ സി രവീന്ദ്രനാഥിലൂടെ സാധ്യമാക്കിയ സമ്പൂർണ്ണ വികസന പദ്ധതികൾ മണലൂരിലും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പഠന സംവിധാനം ഉണ്ടാകേണ്ടതുണ്ടെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കവി സി രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി എൽ ജോഷി, മുരളി പെരുന്നെല്ലി MLA, കാവുമ്പായി ബാലകൃഷ്ണൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI മണലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി BR മനോജ്, BN സുർജിത്ത്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും ജനങ്ങൾ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തോളൂർ പഞ്ചായത്തിലെ പറപ്പൂരിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിൽ മറന്നുവെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തു. ഇനി ഞങ്ങൾക്ക് മൂന്നാമതൊരവസരം നൽകണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറല്ലെന്ന ജനങ്ങളുടെ ഉറച്ച പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അടുത്ത നിയമസഭയിൽ UDFന്റെ മുഖ്യമന്ത്രി കൈകൾ ഉയർത്താൻ വടക്കാഞ്ചേരിയിൽ നിന്നും PN വൈശാഖിനെ വിജയിപ്പിക്കണമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, UDF നേതാക്കളായ ലൈജു എടക്കളത്തൂർ, തോമസ് ചിറമൽ, TM ഇക്ബാൽ, CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എറണാകുളം ബസാറിൽ പ്രചരണം നടത്തി. എറണാകുളത്ത് ജോലി ചെയ്യുന്ന കുന്നുകുളം മണ്ഡലത്തിലെ വ്യാപാരികളെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനാണ് പര്യടനം നടത്തിയത്. പര്യടനത്തിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, എറണാകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് മാത്യു, വ്യാപാരി വ്യവസായ സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൾ വാഹിദ്, KDFE പ്രസിഡന്റ് രാജേഷ് രാഘവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ വീണ്ടും സമരം തുടങ്ങി. 26 പ്രമുഖ ആശുപത്രികളിലാണ് UNAയുടെ നേതൃത്വത്തിൽ സമരം പുനരാരംഭിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നഴ്സുമാർ സമരം തുടങ്ങിയത്. നഴ്സുമാരുടെ സമരത്തെ കർശനമായി നേരിടുമെന്നറിയിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യം വന്നാൽ ആശുപത്രികൾ അടച്ചിടുമെന്നും പ്രഖ്യാപിച്ചു. 40,000 രൂപ മിനിമം വേതനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നഴ്സുമാരുടെ സമരം. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ജില്ലാ ഭരണകൂടത്തിന് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. സമിതിയുടെ വാദം കേട്ട ഹൈക്കോടതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിനോട് ആറാട്ടുപുഴ പൂരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി നൽകാൻ ഉത്തരവിടുകയായിരുന്നു. 29, 30 തീയതികളിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിനാണ് ഹൈക്കോടതി അനുമതി. ആറാട്ടുപുഴ പൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് 10,40 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു. മാർച്ച് 20 മുതൽ ഏപ്രിൽ 2 വരെയുള്ള 14 ദിവസത്തേക്കാണ് ആറാട്ടുപുഴ പൂരത്തിലെ 24 പങ്കാളി ക്ഷേത്രങ്ങൾക്കും പൂരവുമായി ബന്ധപ്പെട്ട് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പൂരം ഇൻഷുർ ചെയ്തത്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി പുറപ്പാട് മുതൽ വിവിധ ക്ഷേത്രങ്ങളിലെ അത്തം കൊടിക്കുത്ത് നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ തൃശൂർ മെയിൻ ബ്രാഞ്ചാണ് പൂരം ഇൻഷുർ ചെയ്തിട്ടുള്ളത്. മനസ്സുണ്ടെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് കണിയാമ്പലിലെ ദമ്പതികൾ. വിഷരഹിത പച്ചക്കറികൾ നാട്ടുകാർക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ മാളിയേക്കൽ വീട്ടിൽ സന്തോഷും ഭാര്യ ബിന്ദുവും നടത്തുന്ന ജൈവകൃഷി നാടിനാകെ മാതൃകയാവുകയാണ്. വെറും 4 മാസം കൊണ്ട് മികച്ച വിളവാണ് ഈ ദമ്പതികൾ സ്വന്തമാക്കിയത്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇരുവരും ചേർന്നാണ് കൃഷിയിടത്തെ പരിപാലിക്കുന്നത്. സന്തോഷിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള 33 സെന്റ് സ്ഥലത്താണ് വെറും 4 മാസം മുൻപ് ഇവർ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിൽ നിന്നും നേരിട്ടെത്തിച്ച ഗുണമേന്മയുള്ള വിത്തുകളാണ് ഇവർ ഉപയോഗിച്ചത്. കൃഷി വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ നല്ല വിഷരഹിതമായിട്ടുള്ളൊരു പച്ചക്കറി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അത് വലിയ സന്തോഷം. നമ്മൾ അധ്വാനിച്ചാൽ
നല്ലൊരു ഫലം തന്നെ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായുള്ളത്. പയറും കുക്കുംബറും നട്ടു തുടങ്ങിയ കൃഷിയിൽ നിന്ന് കിരൺ എന്ന മികച്ച ഇനം ചീരയും വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു. കൂടാതെ കയ്പയും പടവലവും പുതുതായി കൃഷി ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ ഇവർക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. വീടിന് സമീപം തന്നെ ഇവർ ഒരു പ്രാദേശിക വിപണന കേന്ദ്രം ഒരുക്കാറുണ്ട്. പൊതുവിപണിയിലെ വില അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. കല്ലൂർ പടിഞ്ഞാറേപ്പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിയപ്പറമ്പിൽ ദേവസിയുടെ വീട്ടിലേക്കാണ് പിക്കപ്പ് ഇടിച്ചുകയറിയത്. വീടിന് മുൻപിലുണ്ടായിരുന്ന ഇവരുടെ കടയും മതിലും അപകടത്തിൽ തകർന്നു. വീട്ടുകാർ വീടിനകത്തായിരുന്നതിനാൽ ദുരന്തമൊഴിവായി. ആമ്പലൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ കാറും ട്രാക്ടറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി തുളസി ഭവനിൽ ജിത്തിന്റെ ഭാര്യ അർച്ചനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനമ്പിക്കുന്നിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന NH നിർമ്മാണ കമ്പനിയുടെ ട്രാക്ടറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി മടങ്ങുകയായിരുന്ന ഹരിപ്പാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അന്തരിച്ച ചലച്ചിത്ര നടൻ EA രാജേന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. തൃത്തല്ലൂരിലെ തറവാട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. KE ഇസ്മയിൽ, CN ജയദേവൻ, C രവീന്ദ്രനാഥ്, KK വത്സരാജ്, ഭാര്യ സഹോദരനും നടനുമായ മുകേഷ്, സിനിമാ സീരിയൽ താരങ്ങളായ സീമാജി നായർ, നിർമ്മാതാവ് അരുൺ ഘോഷ്, മുരുകൻ ഏങ്ങണ്ടിയൂർ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുട്ടനല്ലൂർ അഞ്ചേരിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പിക്കപ്പ് വാൻ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുസ്തഫ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മധ്യവേനൽ അവധിക്കായി വിദ്യാലയങ്ങൾ അടയ്ക്കുന്ന ദിവസത്തിൽ ആഘോഷങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറുന്നത് തടയാൻ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഹയർ സെക്കൻഡറി VHSC പരീക്ഷ അവസാനിക്കുന്ന 28, SSLC പരീക്ഷ അവസാനിക്കുന്ന 30, 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷ അവസാനിക്കുന്ന 31 എന്നീ തീയതികളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം വിദ്യാലയങ്ങളിൽ ആഘോഷങ്ങൾ നടത്തുവാൻ പാടുള്ളതല്ലെന്ന് കർശന നിർദ്ദേശമുണ്ട്. പരീക്ഷകൾ കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ല എന്ന് അധ്യാപകർ ഉറപ്പാക്കേണ്ടതാണ്. സ്കൂൾ അടയ്ക്കുന്ന ദിവസം കുട്ടികളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് രക്ഷകർത്താക്കളുടെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂൾ ക്യാമ്പസിന് പുറത്ത് പോലീസിന്റെ സഹായം തേടാവുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവ് മുഴുവൻ വിദ്യാലയ മേധാവികൾക്കും ലഭിച്ചിട്ടുണ്ട്. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ഈസ്റ്റർ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി നെസ്റ്റോ ഷോപ്പിംഗ് സുനാമി. ഈ മാസം 28, 29 തീയതികളിലാണ് നെസ്റ്റോയിൽ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളുമായി ഷോപ്പിംഗ് സുനാമി ഒരുക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ലാഭം വാരിക്കൂട്ടാനായി ഈ മാസം 28, 29 തീയതികളിൽ രാവിലെ 9 മുതൽ രാത്രി 12 വരെയാണ് നെസ്റ്റോ ഷോപ്പിംഗ് സുനാമി ഒരുക്കിയിരിക്കുന്നത്. ഡബിൾ ഹോഴ്സ് വൈറ്റ് പുട്ടുപൊടി 5 കിലോ 259 രൂപ, നന്മ വെളിച്ചെണ്ണ 900 ml 219 രൂപ, സൺഡ്രോപ്പ് പീനട്ട് ബട്ടർ 900 ഗ്രാം 99 രൂപ, മിൽക്കി ബിസ്കറ്റ് തൈര് 1 കിലോ 99 രൂപ, ഉജാല ലിക്വിഡ് ഡിറ്റർജന്റ് 4 ലിറ്റർ MRPയുടെ 50% ഡിസ്കൗണ്ട്, 2.5 കിലോ മൈദ 99 രൂപ, വുമൻസ് ഹോബോ ബാഗ് 199 രൂപ, ഓക്സ്പിൻ KTF കടായി ഫ്രൈ പാൻ തവ സെറ്റ് 899 രൂപ, മെൻസ് കാഷ്വൽ ഷർട്ട് 249 രൂപ, പെരുന്ന ഡബിൾ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ 199 രൂപ, സബോള 1 കിലോ 19 രൂപ 90 പൈസ, ബോൺലെസ് ബഫല്ലോ മീറ്റ് 1 കിലോ 359 രൂപ, വയർലെസ് ഇയർബഡ്സ് 349 രൂപ, മെൻസ് കാഷ്വൽ ബൂട്ട് 1499 രൂപ, സീലിംഗ് ഫാൻ 999 രൂപ തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നവീന ഫാഷനിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രശേഖരം, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും വൻ വിലക്കുറവിൽ നെസ്റ്റോ ഷോപ്പിംഗ് സുനാമിയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്.
കൂടുതൽ വിവരങ്ങൾക്ക് 9746986221. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,265 രൂപ, പവന് 1,06,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി തങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി ഇടതിന് ഡീൽ ഉണ്ടെന്ന VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി പരാമർശം ഗൗരവതരമെന്ന് ഹൈക്കോടതി. ഗോപാലകൃഷ്ണന്റെ പരാമർശം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്ന തന്റെ മേൽവിലാസം UDFനെയും LDFനെയും ഭയപ്പെടുത്തുന്നുവെന്ന് കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജ്. പൊതുപ്രവർത്തനത്തിന് 2020 തെരഞ്ഞെടുത്തത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നും വർഗീസ് ജോർജ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പതാക ജാഥ ആവേശമായി. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ച് സാധാരണക്കാരെ ചേർത്ത് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്ന് ജാഥ ക്യാപ്റ്റൻ നിസാർ കോയ പറഞ്ഞു. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറച്ചു. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തല്ലനാരിഴയ്ക്ക്. ഗതാഗതക്കുരുക്കഴിയാതെ തൃശൂർ കുന്നംകുളം റോഡിലെ കേച്ചേരി ജംഗ്ഷൻ. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.